53 വർഷം നീണ്ട കരിയർ മലയാള സിനിമയിൽ മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിൽ കെട്ടിയാടിയ വേഷങ്ങൾ നിരവധി. നേടിയെടുത്ത ജനസമ്മിതിയും പുരസ്കാരങ്ങളും ഏതൊരു നടനെയും അസൂയപ്പെടുത്തുന്നത്. കേരളത്തിലെ ഏറ്റവുമധികം ജനസമ്മിതിയുള്ള വ്യക്തികളിൽ ഒരാൾ. ഏതൊരു ചടങ്ങിലേക്ക് ആയാലും അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ അതിന് ഉദാഹരണമാണ്. സിനിമയിലെ പ്രമുഖരായ ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനം അദ്ദേഹത്തിന്റെ ആ രാജകീയമായ എൻട്രിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 3 ദേശീയ അവാർഡുകൾ, 8 സംസ്ഥാന അവാർഡുകൾ. മാസായാലും ക്ലാസ് ആയാലും മമ്മൂട്ടി ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ആ റോൾ കൈകാര്യം ചെയ്തിരിക്കും. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പിറന്ന സിനിമകളിൽ ഒന്നും തന്നെ ഇതുവരെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു മാസ് പരിവേഷമുള്ള നായക കഥാപാത്രം ഒന്നും തന്നെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. റോഷാക്കിൽ തുടങ്ങി നൻപകൽ നേരത്ത്, മയക്കവും, കണ്ണൂർ സ്ക്വാഡും, കാതിലും കഴിഞ്ഞ് ഇപ്പോൾ ഇനി ടെർബോയുടെ വരവാണ്. മെയ് 23-ന് തിയേറ്ററിൽ എത്തുന്ന ടെർബോ മുമ്പേ പറഞ്ഞ 4 സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രഖ്യാപനം തൊട്ടേ പ്രേക്ഷകരുടെ ചർച്ചകളിൽ നിറഞ്ഞ ചിത്രമാണ് മാസ് ആക്ഷൻ കോമഡി ജോണറിലുള്ള ടെർബോ. ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ IMDbയിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമയിൽ 2ാം സ്ഥാനം ടെർബോ നേടി എന്നത് ചില്ലറ കാര്യമല്ല. ടീസർ അടക്കം പുറത്തുവിടുന്നതിന് മുന്നേ പ്രതീക്ഷ ചിത്രത്തിൽ നിറയുകയാണ്. മെയ് 12-ന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിടുന്ന കാര്യം മമ്മൂട്ടി കമ്പനി അറിയിച്ചതോടുകൂടി വലിയ ആവേശത്തിലാണ് ആരാധകർ. കമൽഹാസന്റെ ഇന്ത്യൻ 2, ബോളിവുഡ് താരം രാജ്കുമാർ റാവുവിന്റെ ശ്രീകാന്ത് എന്നിവയടക്കം പിന്നിലാക്കി IMDbയിൽ ടെർബോ 2ാമത് എത്തിയപ്പോൾ 1ാമത് പ്രഭാസിന്റെ കൽക്കി 2898 AD മാത്രമാണ്. കോടികൾ ഒഴുകിത്തുടങ്ങിയ മലയാള സിനിമയിലേക്ക് മെയ് 23-ന് ടെർബോ റിലീസാകുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, 100 കോടി നേടുന്ന ആദ്യത്തെ മമ്മൂട്ടി സിനിമ ആകുമോ ടെർബോ എന്നത് തന്നെ. ടെർബോ ഏതൊക്കെ റെക്കോർഡുകൾ ആയിരിക്കും കടപുഴക്കുക എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. മമ്മൂട്ടി 90കളിൽ മലയാള സിനിമ അടക്കി വാഴുമ്പോൾ വള്ളി ട്രൗസറിട്ട് നടന്നിരുന്ന പയ്യന്മാരൊക്കെ ഇന്ന് നടന്മാരായി 100 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് നേട്ടം കൊയ്ത സിനിമകളിലെ നായകന്മാരായി വിലസുമ്പോൾ 53 വർഷം നീണ്ട കരിയറിൽ ഒരു 100 കോടി നേട്ടം പോലും ഇല്ല എന്ന പരിമിതി ടെർബോ എന്ന സിനിമയോടുകൂടി മമ്മൂട്ടി മറികടക്കുമോ? ഇതുവരെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രം 2002-ൽ പുറത്തിറങ്ങിയ ഭീഷ്മയാണ്, 89 കോടി. അതിന് തൊട്ടു പിന്നിലായി കഴിഞ്ഞ വർഷം മമ്മൂട്ടി കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡുണ്ട്, 85 കോടി. പക്ഷേ കോടികളുടെ കാര്യത്തിൽ മമ്മൂട്ടിയെ പഴി പറയും മുമ്പ് മലയാള സിനിമയിൽ കോടികൾ ഒഴുകിത്തുടങ്ങിയിട്ട് അധികം വർഷങ്ങൾ ആയിട്ടില്ല എന്ന കാര്യം നമ്മൾ മറക്കരുത്. ആദ്യമായി ഒരു മലയാള സിനിമ 50 കോടി കടക്കുന്നത് 2013-ൽ ഇറങ്ങിയ ദൃശ്യം എന്ന സിനിമയിലൂടെയാണ്. ആദ്യമായി ഒരു മലയാള സിനിമ 100 കോടി കടക്കുന്നത് 2016-ൽ ഇറങ്ങിയ പുലിമുരുകൻ എന്ന സിനിമയിലൂടെയാണ്. ആദ്യമായി ഒരു മലയാള സിനിമ 200 കോടി കടക്കുന്നത് ഈ വർഷം ഇറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ്. മമ്മൂട്ടിയുടെ രാജമാണിക്യം പോലെ ഒരു സിനിമ ഇന്ന് റിലീസാവുകയാണെങ്കിൽ മലയാള സിനിമ ഇന്ന് വരെ കണ്ട എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും അത് തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2002-ൽ ആ സിനിമ ഇറങ്ങിയപ്പോൾ മലയാള സിനിമയിൽ ആദ്യമായി 25 കോടി നേടിയ സിനിമ രാജമാണിക്യം ആയിരുന്നു. അന്നത്തെ 25 കോടി എന്നാൽ ഇന്നത്തെ 250 കോടിക്ക് അടുത്തു വരും. രാജമാണിക്യത്തിന് ശേഷം മമ്മൂട്ടിയെ അത്രയും ഫുൾ സ്വാഗിൽ കണ്ട ഒരു സിനിമ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ഭീഷ്മയിൽ മമ്മൂട്ടി ആറാടിയെങ്കിലും അത്രയും ഫ്ലെക്സിബിളായ ഒരു റോൾ ആയിരുന്നില്ല. പക്ഷേ ടെർബോ അത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാകാനാണ് സാധ്യത. അടുത്തത് ഒരു തട്ടുപൊളിപ്പൻ പടം ആണല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി മമ്മൂക്ക പറഞ്ഞത്, എന്നിൽ നിന്ന് എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രം പോരല്ലോ, ഇടയ്ക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ആവശ്യമാണ്. മാസ് മസാല എന്റർടൈനറായ ആവേശം നേടിയ വിജയം ടെർബോയ്ക്കും കരുത്തു പകരുന്നുണ്ട്. തിയേറ്ററിലേക്ക് യൂത്തിന്റെ കുത്തൊഴുക്കിന് ഇടയാക്കിയ ആവേശം പോലെ തന്നെയായിരിക്കും ടെർബോയും. മലയാളത്തിലെ നിലവിലെ ഗ്യാരണ്ടീഡ് സ്ക്രിപ്റ്റ് റൈറ്റർ, ആട് 1ഉം 2ഉം അണിയിച്ചൊരുക്കിയ മിഥുൻ മാനുവൽ തോമസിന്റെ നർമ്മം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഷാജി പാപ്പനെയും പിള്ളേരെയും പ്രേക്ഷകർ ഏറ്റെടുത്തതുപോലെ ടെർബോ ആശാനെയും പിള്ളേരെയും അദ്ദേഹത്തിന് ഒരുക്കാൻ കഴിഞ്ഞാൽ തിയേറ്റർ അടക്കി ഭരിച്ച് തന്നെയായിരിക്കും ടെർബോയും കളം വിടുക. ടെർബോയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി ആണ് എന്നത് തന്നെയാണ്. ഒരു പരാജയ ചിത്രം പോലും ക്രെഡിറ്റിൽ ഇല്ലാത്ത മമ്മൂട്ടി കമ്പനി. കലാമൂല്യമുള്ള ചിത്രങ്ങളും മാസ് ചിത്രങ്ങളും ഒരുപോലെ പ്രേക്ഷകർക്ക് മുന്നിൽ അണിയിച്ചൊരുക്കി പ്രേക്ഷകരുടെ വിശ്വാസ്യത നേടിയ മമ്മൂട്ടി കമ്പനി. അതേ മമ്മൂട്ടി കമ്പനിയിൽ നിന്നും ഒരുങ്ങുന്ന 5ാമത്തെ ചിത്രം പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു ജോണറിൽ കൂടിയാണ് ഒരുങ്ങുന്നത്. മാസ് മസാല ആക്ഷൻ കോമഡി എന്റർടൈനർ. ഇടുക്കിയിലെ ഒരു ജീപ്പ് ഡ്രൈവറായ ജോസ് ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയും അതേ തുടർന്ന് നാടുവിട്ട് അവിടെ നിന്നും ചെന്നൈയിലേക്ക് ഒളിത്താമസത്തിനായി പോവുകയും ചെയ്യുന്നു. എന്നാൽ ചെന്നൈയിലും അയാളെ പ്രശ്നങ്ങൾ പിടിവിടാതെ പിന്തുടരുന്നു. ചെന്നൈയിൽ വെച്ച് ഇന്ദു എന്ന പെൺകുട്ടിയെയും അവളുടെ സുഹൃത്തായ ജെറിയെയും ജോസ് പരിചയപ്പെടുന്നു. പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളത്തിപ്പട എന്ന് പറഞ്ഞ പോലെ നിസ്സാരമായ പ്രശ്നങ്ങളിൽ നിന്നും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കുള്ള ഒളിച്ചോട്ടമായിരുന്നു
യഥാർത്ഥത്തിൽ ജോസിനത്. ഇവരെ സഹായിക്കാൻ ഇറങ്ങിയ ജോസിനെ തേടി വെട്രിവേലിന്റെയും കൂട്ടരുടെയും രൂപത്തിൽ മറ്റു പല ആശ്ചര്യകരമായ സംഭവങ്ങളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ കലിപ്പനായ ടർബോ ജോസ് ചെന്ന് ചാടുന്ന പ്രശ്നങ്ങളും അവയിൽ നിന്നും അയാൾ മുക്തമാകുന്നതും രസകരമായ രീതിയിൽ നർമ്മത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ടർബോയിൽ. തുടക്കത്തിൽ സിനിമയുടെ പേര് അടിപിടി ജോസും ഇന്ദുലേഖയും എന്നായിരുന്നു. സിനിമയിലെ മുഖ്യ സ്ത്രീ കഥാപാത്രമായ ഇന്ദുലേഖയുടെയും നായകനായ ജോസിന്റെയും പേര് ഉൾപ്പെടുത്തിയാണ് സിനിമയ്ക്ക് ആദ്യം ആ പേര് നൽകിയത്. എന്നാൽ അതിൽ നിന്നും പിന്നീട് ഇന്ദുവിനെ നീക്കം ചെയ്ത് സിനിമയുടെ പേര് ടർബോ എന്നാക്കി മാറ്റുകയായിരുന്നു. ആദ്യത്തെ പേര് ഒരു പൈങ്കിളി രൂപത്തിലുള്ള പേരായതുകൊണ്ട് തന്നെ അത് മാറ്റി സിനിമയുടെ പേരിന് കൂടുതൽ പവർ നൽകുന്നതിന് വേണ്ടി ടർബോ എന്നാക്കി മാറ്റുകയായിരുന്നു. ക്യൂൻ എന്ന വെബ് സീരീസിലൂടെയും പാച്ചുവും അത്ഭുത വിളക്കും എന്ന ഫഹദ് ഫാസിൽ സിനിമയിലൂടെയും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത അഞ്ജന ജയപ്രകാശാണ് ഇന്ദുലേഖയായി സിനിമയിൽ വേഷമിടുന്നത്. മമ്മൂട്ടിയോടൊപ്പം വരാൻ കഴിഞ്ഞതിന്റെ ആശ്ചര്യവും ആവേശവും മറച്ചുവെക്കാൻ കഴിയാതെ അഞ്ജന തന്റെ ഫേസ്ബുക്ക് പേജിൽ അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. സിനിമ പൂർണ്ണമായും ഒരു ആക്ഷൻ കോമഡി ഡ്രാമയാണ്. കന്നഡ ആക്ടർ രാജ്ബി ഷെട്ടിയും തെലുഗു ആക്ടർ സുനിലും സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അണിനിരക്കുന്നുണ്ട്. പുഷ്പ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെ സുനിൽ ഈയിടെ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതനായ ഒരു നടനാണ്. സൂപ്പർ ഹിറ്റുകളായ പോക്കിരി രാജയ്ക്കും മധുര രാജയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും മൂന്നാമതായി ഒരുമിക്കുന്ന ടർബോയിൽ നിന്നും ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല. ക്രിട്ടിക്കലി ആൻഡ് കൊമേഴ്സ്യലി ഹിറ്റായി മാറിയ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിക്ക് ശേഷം ഒരു ചെറിയ ഇടവേള എടുത്താണ് മമ്മൂട്ടി ടർബോ ജോസായി നമുക്ക് മുന്നിൽ എത്തുന്നത്. ജൂൺ 13 ആദ്യം സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടപ്പോൾ പ്രേക്ഷകർ അല്പം നിരാശയിൽ ആയതും അതുകൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ മെയ് 23 റിലീസ് തീയതി മാറ്റിയതോടെ കാത്തിരിപ്പിന്റെ നീളം കുറയുകയും പ്രേക്ഷകരിലേക്ക് ആവേശം തിരിച്ചെത്തുകയും ചെയ്തു. സിനിമയിൽ മമ്മൂട്ടിയെ ഒരുപാട് വൈശാഖ് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഷൂട്ടിങ്ങിനിടയിൽ മൊത്തത്തിൽ 76 പരിക്കുകൾ തനിക്ക് പറ്റിയെന്ന് മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ തമാശയായി പറഞ്ഞിരുന്നു. ഒരിക്കൽ ആക്ഷൻ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിയുടെ ചുമൽ മതിലിൽ ഉരഞ്ഞ് നന്നായി ചുമന്ന പരുവത്തിൽ ആവുകയും അത് വകവയ്ക്കാതെ തന്നെ മമ്മൂട്ടി അതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നും ഈ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി എടുത്ത എഫേർട്ട് ഈ ഒരു പ്രായത്തിൽ മറ്റൊരു നടനും സാധ്യമല്ല എന്നും വൈശാഖ് പറയുന്നുണ്ട്. ടർബോ എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പവർ കൂട്ടാൻ കഴിയുന്ന മോഡാണല്ലോ ടർബോ മോഡ്. ടർബോ ജോസിന്റെ ഇടി ഒരു കിൻഡൽ ഭാരമുള്ള ഇടിയാണ് എന്ന പോസ്റ്ററുകൾ പറയുന്നത് സിനിമയിൽ അടി ഇടി പൊടി പൂരമാണ് എന്ന് തന്നെയാണ്. ട്രെയിലറിന്റെ പോസ്റ്റർ തന്നെ ഇറങ്ങിയത് സാമ്പിൾ ടർബോ പഞ്ച് എന്ന ടാഗ്ലൈനോട് കൂടിയായിരുന്നു. ഒരു കൈയിൽ സിലിണ്ടർ ഷേപ്പിലുള്ള എന്തോ ഒരു വസ്തുവും മറ്റൊരു കൈയിൽ ഒരാളുടെ ഷൂസ് ഇട്ട കാലുമായി നിൽക്കുന്ന ജോസിന്റെ പോസ്റ്റർ ഈയിടെ പുറത്തുവിട്ടിരുന്നു. തീർച്ചയായും ജോസുമായി ഏറ്റുമുട്ടാൻ വന്നവന് പണി കൊടുത്തിട്ടുള്ള നിൽപ്പാണ് അത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇറങ്ങിയ പോസ്റ്ററിലെ ടാഗ്ലൈൻ ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്നായിരുന്നു. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ ചിത്രം വലിയ ചർച്ചാ വിഷയമായിരുന്നു. മമ്മൂട്ടി മുണ്ടെടുത്തു വരുന്ന അച്ചായ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. അച്ചായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മമ്മൂട്ടി മറ്റ് ഏതൊരു മലയാള നടനും മുകളിൽ തന്നെ വരും. കോട്ടയം കുഞ്ഞച്ചനും ഇല്ലിക്കൽ കുട്ടപ്പായും ചാണ്ടിയുമൊക്കെ ആറാടി കളം വിട്ട ഒഴിവിലേക്ക് ഇനി ടർബോ ജോസ് കൂടി എത്തുകയാണ്. ഇനി പവർ കൂടാണ് മോനെ. കാണാൻ പോകുന്ന മാമാങ്കം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും